ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ്. നമ്മൾ ഇന്ന് ഡേ 4+ഡേ 5, കഴിഞ്ഞ ദിവസം ഡേ 4 പകുതി നമ്മൾ ചെയ്ത് നിർത്തുകയാണ് ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടായിരിക്കും. എന്നിരുന്നാലും ഡേ 4 മുതൽ ആദ്യം മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡേ 4 പോർഷൻ അല്പം ഫാസ്റ്റ് ആയിരിക്കും. ഡേ 5 വളരെ സ്ലോ ആയിട്ട് പറയാം. എന്തായിരുന്നു നമ്മുടെ ഇതിന്റെ ഇതിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ചിത്രം ഉണ്ടാവും, ഒരു പാഠപുസ്തകത്തിന്റെ നമ്മൾ എന്താക്കി മാറ്റുന്നു, വീഡിയോ രൂപത്തിലാക്കുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് മഹാബലിയുടെ കാര്യത്തിൽ ചെയ്തതും. പാഠഭാഗത്തിന്റെ അനിമേറ്റഡ് വേർഷനാണ്. കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു 1000 തവണ വിളിച്ച് ഒച്ചയിട്ട് സംസാരിക്കുന്നതിനേക്കാൾ ഒരു അനിമേഷൻ വീഡിയോ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ AI വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരല്പ ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സഹായകരമാണ്. കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കും. ഇത് ഞാൻ ഡേ 4 ഭാഗമായിട്ട് ഇട്ടതാണ്. അത് തന്നെയാണ് എടുത്തേക്കുന്നത്. ക്ലാസ് റൂം ഓപ്പൺ ആക്കുക. B13 ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്ന ക്ലാസ് റൂം ഓപ്പൺ ആക്കുക. തുടർന്ന് ഡേ 4 and 5 ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം മുതലൊന്ന് വേഗത്തിലൊന്ന് പോകാമേ, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടല്ലേ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, 5, 6. ഇതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നരേഷൻ ആണ് തയ്യാറാക്കിയത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അതിന്റെ ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കി. തുടർന്ന് അതിനെ ക്യാരക്ടർ നരേഷൻ തയ്യാറാക്കി. അടുത്ത പാഠപുസ്തകത്തിലെ ചിത്രത്തിനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെ ക്രോപ്പ് ചെയ്ത് മാറ്റി ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കിയാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് അതിന്റെ ബാക്കിയാണ് ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ അങ്ങ് തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പിലെ പ്രോംപ്റ്റ് കോപ്പി എടുക്കുന്നു. അബ്സ്ട്രാക്ട് തയ്യാറാക്കാനുള്ളതാണ്. ChatGPT ഓപ്പൺ ആക്കി പുതിയ ചാറ്റ് എടുത്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്ത്, നമുക്ക് PDF കൂടെ വേണം. അത് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. PDF നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മുടെ യൂണിറ്റ് 1 സ്റ്റാൻഡേർഡ് 4 എന്ന് പറയുന്ന ആ PDF ആണ്. ഡോൺ ഫിയർ എന്നാണ് യൂണിറ്റിന്റെ പേര്. യൂണിറ്റ് 1 അത് വന്നിട്ടൊന്നും പോയല്ലോ. യൂണിറ്റ് 1 സ്റ്റാൻഡേർഡ് 4 ബ്രാക്കറ്റിൽ 5 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ എവിടെ നിന്നാ എടുത്തേ? അത് പറയണമല്ലോ. നമ്മുടെ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. ക്ലാസ് റൂമിൽ ഏറ്റവും താഴെയായിട്ട് കിടപ്പുണ്ട്. ഇതാണ് ഫയൽ അല്ലേ. ഇതിനെ നമ്മൾ മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെൻഡ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് സേവ് ടു എന്ന് പറയുന്ന ഫയൽ കൊടുത്ത് നമ്മുടെ ഡൗൺലോഡ്, ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ഫോൾഡർ ഉണ്ട്, അവിടെ സേവ് ചെയ്തു. ഇങ്ങനെയാണ് എനിക്ക് ഈ PDF കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് റീസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫയൽ നമുക്ക് കിട്ടും. റീസെന്റ് പ്ലസ് ബട്ടൺ കൊടുത്തു. വീണ്ടും ഒരിക്കൽ കൂടെ നോക്കുകയാണ്. ഫയൽസ്, അപ്ലോഡ് ന്യൂ ഫയൽസ്. എടുക്കുന്നില്ല, എന്തോ ഇഷ്യൂ ഉണ്ട്. എന്തായാലും ഡൗൺലോഡിൽ വന്ന് കാണുമല്ലോ. ഡൗൺലോഡ് ഫോൾഡർ എടുത്ത് നോക്കുന്നു. യൂണിറ്റ് 1 ആദ്യം വന്ന് കിടപ്പുണ്ട്. ഡൗൺലോഡില് യൂണിറ്റ് 1 സ്റ്റാൻഡേർഡ്. ഇപ്പൊ അതിന്റെ ആദ്യം 120 മുതൽ 150 വേർഡ് വരെയുള്ള ഒരു അബ്സ്ട്രാക്ഷൻ തയ്യാറാക്കി തരും. ഫുൾ പാഠഭാഗങ്ങളുടെ ഒരു കുഞ്ഞ് അബ്സ്ട്രാക്ഷൻ തയ്യാറാക്കി തരും. കണ്ടല്ലോ, ഇതാണ് പാഠഭാഗത്തിന്റെ അബ്സ്ട്രാക്ഷൻ.
ഇതവിടെ നിൽക്കട്ടെ. ഈ രണ്ടാമത്തെ പ്രോംപ്റ്റ് ക്ലാസ് റൂമിൽ പോയി നമ്മൾ എടുക്കുകയാണ്. രണ്ടാമത്തെ പ്രോംപ്റ്റ് ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത അതേ പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്യാരക്ടർ നരേഷൻ. ഡെൽന എന്ന നമ്മുടെ കഥാപാത്രം വീണ്ടും സംസാരിക്കാൻ പോവുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഒത്തിരി നീളം വരെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? നമുക്ക് കുറച്ച് സെന്റൻസ് മതി അല്ലേ? ഐ നീഡ് 3 sentences. അയ്യോ പോയ. ഐ നീഡ് 3 sentences എന്ന് പറഞ്ഞു കൊടുത്ത് 3 സെന്റൻസിൽ ചുരുക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്കിത് കോപ്പി എടുത്ത് അങ്ങ് പോയാൽ മതി ഓഡിയോ ചെയ്യാൻ സമയത്തെ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ആദ്യത്തത് ഫുൾ തയ്യാറാക്കി തന്നു, സ്റ്റോറി തയ്യാറാക്കിയിട്ട് അതിനെ നമ്മൾ ചുരുക്കി, ഡെലിനെ സംസാരിക്കുന്ന രീതിയിൽ ചുരുക്കി. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കാം. ഇനി നമുക്ക് PDF ഓപ്പൺ ആക്കി വേഗത്തിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. വൺ, ടു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. 3, 4, 5, 6, 7. ഓക്കെ, അപ്പൊ 7 ചിത്രമായി. ഇനി നമ്മൾ ക്രോപ്പ് എന്ന് പറയുന്ന ടൂളാണ് എടുത്ത് നോക്കാൻ പോകുന്നത്. ക്രോപ്പ് എടുക്കുന്നു. ആദ്യം മുതലേ എടുത്ത് പെട്ടെന്ന് ക്രോപ്പ് ചെയ്യുന്നു. 1, 2, 3, ഈ ചിത്രത്തിൽ കുറച്ച് വർക്ക് നമുക്ക് ഉണ്ടല്ലേ. ആ ടെക്സ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കുമ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. 2 വാട്ടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. കഴിഞ്ഞ തവണ മനസ്സിലായതിനേക്കാൾ കുറച്ചും കൂടെ. അപ്പൊ ഈ രീതിയിൽ കുറെ ടീച്ചേഴ്സ് ഹൈ ക്വാളിറ്റി ഇമേജ് ഒക്കെ ആക്കി ഇട്ടിരുന്നു. ഇത് ലാസ്റ്റ് ഇമേജാണ്. അതെ, ലാസ്റ്റ് ഇമേജ്. ഇനി നമ്മൾ പ്രോംപ്റ്റ് എടുത്തുകൊണ്ട് പോവും. എവിടെ പോയി? ക്ലാസ് റൂമിൽ പോയി മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രോംപ്റ്റ് നമ്മൾ എടുക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് ഇതിൻ്റെ എൻഹാൻസ് ആ ചിത്രത്തിനെ കൂടുതൽ ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കാനുള്ളതാണ്. ഇത് നമ്മൾ എവിടെയാണ് ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം ചെയ്തത് ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അതിലാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. ഏറ്റവും മുകളിൽ രണ്ടാമതായിട്ട് കാണാം അല്ലേ, ഗൂഗിൾ ഫ്ലോ എടുത്ത് പുതിയ ന്യൂ പ്രോജക്റ്റ് എടുക്കണം.
ന്യൂ പ്രോജക്റ്റ്. ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്. നമ്മൾ ഇമേജ് ആണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചത്, ഇമേജ്. ഇപ്പോൾ ഇമേജിനെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജസ് നമ്മുടെ ഗാലറി അല്ലെങ്കിൽ ഇതിന്റെ ലൈബ്രറിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. മറ്റൊരു ടീച്ചർ ചോദിച്ചു ഫോട്ടോ എടുത്ത് എങ്ങനെ ചെയ്യാം. നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത്, ഏത് ഫോട്ടോ, ഈ പ്ലസ് ക്ലിക്ക് ചെയ്തപ്പോൾ ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. എങ്കിലും ടെക്സ്റ്റ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് ഡിജിറ്റൽ ആയിട്ടുള്ള കോപ്പി എടുക്കുന്നതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. ആദ്യത്തെ ചിത്രം അറ്റാച്ച് ചെയ്തു, പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു, സെൻഡ് പ്രോംപ്റ്റ് കൊടുത്തു. നമ്മൾ സ്പീഡ് കൂട്ടുകയാണ്. രണ്ടാമത്തെ ചിത്രം എടുത്തു, അതിനകത്ത് കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഹെയറിന് പകരം വൈറ്റ് ഹെയർ ഒക്കെ വന്നേ. അപ്പൊ അതുകൊണ്ട് അത് ഓർമ്മ വെച്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാം, നമ്മുടെ മെയിൻ പ്രോംപ്റ്റ്. എന്നിട്ട് അതിനകത്ത് താഴെയായിട്ട് പറയാം യൂസ് ഓൺലി ക്രിയേറ്റ് ഓൺലി ബ്ലാക്ക് ഹെയർ. ഇപ്പൊ ആദ്യത്തത് ആദ്യത്തെ ആയിട്ടുണ്ടേ. ഇത് ആദ്യത്തെ ചിത്രം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചിത്രം എടുക്കാം. ഇമേജസ് എടുത്തു, 1 2 3. ഹൈ ക്വാളിറ്റി ചിത്രമാക്കുകയാണ് നമ്മൾ ഡേ 4ന്റെ ഭാഗമായിട്ട് പഠിച്ചത്. അത് തന്നെ വീണ്ടും ഇന്ന് ചെയ്യുന്നു അല്ലെ. രണ്ടും മൂന്നും ആണ് ഇപ്പൊ ഒരേ സമയം നടക്കുന്നത്. നമുക്ക് ആഹാ, ബ്ലാക്ക് ഹെയർ വന്നു, കൊള്ളാം. ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് അറ്റാച്ച് ആയതേ ഉള്ളൂ. എല്ലായിടത്തും സെയിം പ്രോംപ്റ്റ് ആണ് ഞാൻ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 2 3. ആവശ്യം കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ട്രാഷ് കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക, ട്രാഷ് കൊടുക്കുക. ഇത് തീരട്ടെ. നമുക്കിനി അടുത്ത ഇമേജ് കൊണ്ടുവരണമല്ലോ. ഇമേജസ്, പേസ്റ്റ്. എന്ത് എളുപ്പം, പെട്ടെന്ന് ചെയ്യാം. അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രോസസ്സ് തുടങ്ങി. നമുക്ക് അടുത്തത്, ഇനി ആ ടെക്സ്റ്റ് ഉള്ളതാണ് അടുത്തത് വേണ്ടത്. ഈ കഴിയട്ടെ. ഒരു എറർ വന്നു, ജനറേഷൻ ഫെയിൽഡ്. ആയിക്കോട്ടെ. ഇതിലൊരു എററാണ് ഈ കാണിക്കുന്നത്, ഫെയിൽഡ്, യു ഹാവ് നോട്ട് ബീൻ ചാർജ്ഡ് ഫോർ ദിസ് ജനറേഷൻ എന്ന് പറയണേ. നമുക്ക് ഇതിനകത്ത് ഒരു ടെക്സ്റ്റ് ഉണ്ട് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഈ ടെക്സ്റ്റ് നമുക്ക് വേണ്ട, റിമൂവ് ചെയ്യണം അല്ലേ. അപ്പൊ അതിന് വേണ്ടി എന്ത് പ്രോംപ്റ്റാ കൊടുത്തേ? നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്ന, ഒന്ന് വലുതായി കാണിച്ചത്, ഈ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്ന ഈ ചിത്രത്തിൽ കുറെ ടെക്സ്റ്റ് ഉണ്ട്, നമുക്ക് അത് ഒഴിവാക്കി വേണം കിട്ടാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ പ്രോംപ്റ്റിനകത്ത് എന്ത് കൊടുക്കുന്നു?
എല്ലാം കളഞ്ഞിട്ട് ഒന്നേന്ന് കാണിക്കാം. ആദ്യം മുതൽ ഓൾ. ഇതിനെയും കളയാം, പോട്ടെ. ഓക്കെ. എന്താ വേണ്ട? ഈ ഇമേജ് കാണുന്നുണ്ടല്ലോ, ഈ ഇമേജിൽ ടെക്സ്റ്റ് ഒന്നും വേണ്ട. ടെക്സ്റ്റ് വേണ്ട, വെറും അതായിട്ട് ഇമേജ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി അറ്റാച്ച് ചെയ്തത് കൊണ്ട് പ്ലസ് ബട്ടൺ കൊടുത്തിട്ട് ലൈബ്രറി എടുക്കുക. ഓൾറെഡി എവിടെയുണ്ട്? നമ്മുടെ ഇതിനകത്ത് കിടക്കുകയില്ലേ, പ്രോജക്റ്റിനകത്ത്. ലൈബ്രറി ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് വരുന്ന ഫോൺ പിടിച്ചിരിക്കുന്ന ആദ്യത്തെ ചിത്രം എടുക്കുക. എന്നിട്ട് റിമൂവ് ടെക്സ്റ്റ് ആൻഡ്, എന്നിട്ട് നമുക്ക് പ്രോംപ്റ്റ് അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഒരു എറർ മെസ്സേജ് വന്നു. ഇങ്ങനത്തെ എറർ മെസ്സേജ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എങ്ങനെയൊക്കെ എറർ വരിക എന്ന് ചോദിച്ചാൽ, ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പൊതുവെ എറർ വരാറില്ല. വയലേഷൻസ് ഒക്കെ വരുന്നത്, വയലേഷൻ എന്ന് പറയുന്നത് ഈ സർക്കാർ കുറെ നിർദ്ദേശങ്ങൾ ഈ AI കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന ആളുകളുടെ ഫോട്ടോസ് വരും, ഉദാഹരണത്തിന് മന്ത്രിമാരുടെ, മഹാന്മാരായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിന്റെ, കൊച്ചു കുട്ടികളുടെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അത് കിട്ടിയേ. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന, അങ്ങനെ വരുമ്പോൾ നമ്മൾ AI തന്നെ സമീപിക്കും. AI സമീപിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോയെ ഫ്ലോയില് വീഡിയോ ആക്കാൻ പാകത്തിന് തയ്യാറാക്കി തരണം എന്ന് AI കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഈ ചിത്രം കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിത്രം കൊണ്ടുവരാം. ഇമേജസ് കൊടുക്കുക. ഫോൺ വിളിക്കുന്നത് കഴിഞ്ഞിട്ട് ഇത് കിട്ടി. ഡൺ. പേസ്റ്റ് പ്രോംപ്റ്റ്. ഇനി ഒരു ചിത്രം കൂടെ നമുക്ക് ബാക്കി വരുന്നുണ്ട്. ഒരു ചിത്രം കൂടെ ബാക്കി വരുന്നതിനെ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. ഫൈനൽ. മഹാബലി സംസാരിച്ചതുപോലെ നമ്മൾ ഡെലിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പോവാണ് ഇന്ന്. അപ്പോൾ ഫൈനൽ ഔട്ട് എങ്ങനെയായിരിക്കും? ആദ്യം ഡെലിന വരുന്നു, ഡെലിന സംസാരിക്കുന്നു, ഡെലിനയുടെ ലിപ് മൂവ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഓരോ സീനുകൾ ഇങ്ങനെ ഡെലിന സംസാരിക്കുന്ന ഒരു സൈഡിൽ കൂടെ ഈ ചിത്രങ്ങള് നമ്മൾ അനിമേറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കും. ഓക്കെ അല്ലേ? എല്ലാ ചിത്രവും വന്നു. നമുക്ക് വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ട്രാഷ്. ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ട്രാഷ്. ഹോൾഡ് ചെയ്യുന്നു, ട്രാഷ്. ഹോൾഡ് ചെയ്യുന്നു, ട്രാഷ്. അപ്പൊ ഒരുപാട് സ്ഥലം ഫ്രീ ആവും, നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഇത് ആദ്യത്തെ ചിത്രം, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ. ഓക്കെ. ഏഴാമത്തെ നമ്മുടെ ലൈനിൽ നിപ്പുണ്ട്. ഏഴാമത്തെ കൂടെ ഒന്ന് ചെയ്തുവിടാം. ഇനി നമുക്ക് ഡെൽനയുടെ ഒരു ഫ്രണ്ട് പോസ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? മഹാബലിയുടെ ചെയ്ത പോലെ. അപ്പോൾ അതിന്റെ ഫ്രണ്ട് പോസ് എങ്ങനെ എടുക്കാം? അതിന്റെ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫ്രണ്ട് പോസ്. ഷോ ഡെൽന ആസ് എ യങ് സ്കൂൾ ഗേൾ ഇൻ. സ്കൂൾ ഗേൾ ഒക്കെ പ്രശ്നമുള്ളതാണ് കേട്ടോ. ഞാനത് മാറ്റണമെന്ന് എല്ലാ ക്ലാസ്സിലും വിചാരിക്കും, എന്നിട്ട് മാറ്റൂല. ഫ്രണ്ട് പോസ്. സ്കൂൾ ഗേൾ വേണ്ട, സ്കൂൾ ഗേൾ വേണ്ട. ഫ്രണ്ട് പേഴ്സിൽ യങ് ഗേൾ മതി.
സെയിം. ഫ്രണ്ട് പോസിനകത്ത് ഫ്രണ്ട് പോസിനകത്താണ് ഈ കുട്ടിയുടെ പ്രോംപ്റ്റ്. നമുക്ക് ഡെൽനയുടെ ഫ്രണ്ട് പോസ് എടുക്കാം. അവസാനത്തെ കണ്ടില്ലല്ലോ. അവസാനത്തെ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടായിട്ട് കിട്ടിയിരിക്കുന്നു. നോക്കാം. അപ്പോ ഏതാ ചെയ്യാൻ പോകുന്ന ഈ ചിത്രത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? എഡിറ്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ അകത്തെ കാര്യങ്ങൾ എഡിറ്റ് ആവും. അതായത് എനിക്ക് വേണ്ടത് ഈ രണ്ട് കുട്ടികൾ നിൽക്കുന്നതിൽ പെൺകുട്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് വേണം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ പ്ലസ് ബട്ടൺ കൊടുത്തിട്ട് ലൈബ്രറി പോയിട്ട് ഈ മോളുടെ ചിത്രം സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ക്ലാസ് റൂമിൽ നിന്ന് ഫ്രണ്ട് ബോസിന്റെ കൊണ്ടുവന്നില്ലേ, ആ പ്രോംപ്റ്റ് എടുത്ത് ഇവിടെ കൊടുക്കുക. അവിടെ പ്രോസസ്സ് തുടങ്ങി. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. ഡെൽനയുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് അവളെ സംസാരിപ്പിക്കാം. അവൾ സംസാരിക്കേണ്ട ഡയലോഗ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ടോ? ഇതായിരിക്കും: മൈ നെയിം ഈസ് ഡിൽന. ഇതിനെയൊക്കെ നമുക്ക് ചാറ്റ് ജി പി ടിയിൽ നേരത്തെ മഹാബലിയുടെ ചെയ്ത പോലെ നമുക്ക് 8 സെക്കൻഡ് ഉള്ള വീഡിയോ ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തതെന്ന് ഒന്ന് കാണിച്ച് എങ്ങനെ ഇതിനെ 8 സെക്കൻഡ് ഉള്ള എനിക്ക് താഴെ തന്നിരിക്കുന്ന ഡയലോഗ് ഡയലോഗ് 8 സെക്കൻഡ് ഉള്ള ഓഡിയോ ആയി മാറ്റിത്തരണം. ഇത്രയും മതി. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ തലവേദനയില്ല. മലയാളമാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കണം എന്ന വാചകം കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ ഒരു കോപ്പി ബട്ടൺ. എല്ലാ ക്ലിപ്പിനും ഇതൊന്ന് എഴുതി വെച്ചോണേ. ഞാനിപ്പം കൊടുത്ത പ്രോംപ്റ്റ് എല്ലാ ക്ലിപ്പിനും കോപ്പി ബട്ടൺ വെക്കണം. കോപ്പി ബട്ടൺ വേണം. അയ്യോ അയ്യോ. ഞാൻ ഞാനേ ശരിക്കും പറഞ്ഞ ഉദ്ദേശിച്ചത് ഇതിന്റെ താഴെ ഇത് കൊടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മുകളിലെ ഈ കാണുന്നില്ലേ, ഇത് ഉള്ളത് കൊണ്ട് അതിന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ചെയ്തു തന്നു. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. എന്നാൽ എന്റെ കാര്യം അത് ചെയ്തു തന്നു കേട്ടോ. നല്ല ചാറ്റ് ജി പി ടി ആണ്. ഞാൻ ഒരിക്കൽ പറയാം. ഞാൻ ഈ പ്രോംപ്റ്റ് ഞാൻ കൊടുത്തല്ലോ, എന്റെ ഉദ്ദേശം ഇതിന്റെ താഴെ ഇതിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ ഞാൻ ആ തിരക്കിൽ ഞങ്ങൾ സെൻഡ് പ്രോംപ്റ്റ് കൊടുത്തു. എന്നാലും എന്റെ കാര്യം നടന്നു. കണ്ടല്ലോ, എല്ലാത്തിലും കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നു. 3 ക്ലിപ്പാണുള്ളത്. അപ്പൊ ആദ്യത്തെ ക്ലിപ്പ് നമുക്ക് എടുക്കാം. യെസ്, നമ്മുടെ സുന്ദരിക്കുട്ടി റെഡി ആയിട്ടുണ്ട് സംസാരിക്കാൻ. ഇതിനെ ഇനി അനിമേറ്റ് ചെയ്യാൻ താഴെ അനിമേറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇല്ല എങ്കിൽ ഈ ഇമേജ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ ഉണ്ട്. ഇമേജ്, വീഡിയോ. ഈ വീഡിയോ ബട്ടൺ കൊടുത്ത് അതിനകത്ത് നമ്മുടെ പ്ലസ് ബട്ടൺ കൊടുത്ത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലൈബ്രറിയിലാണ് ഈ കുട്ടി ഉള്ളത് കേട്ടോ. ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്ത് ആ കുട്ടിയെ സെലക്ട് ചെയ്ത് കൊടുക്കുക. 2 രീതി ചെയ്യാം. ഡബിൾ കോഡ്സ് ആണ് ഡയലോഗുകൾ വരാൻ. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഡയലോഗ് എപ്പോൾ നമുക്ക് വേണമെങ്കിലും ഡബിൾ കോഡ്സ് കൊടുക്കാം. തുടക്കം മുതൽ എൻഡ് വരെ ഡബിൾ കോഡ്സ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും, എഐക്ക് മനസ്സിലാവും ഇത് സംഭാഷണമാണ് എന്നുള്ളത് മനസ്സിലാവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഈ വീഡിയോയുടെ കാര്യം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇമേജ് ഉള്ളതുപോലെ തന്നെ വീഡിയോയ്ക്കും റേഷ്യോ ഉണ്ട്. ഈ 16:9 എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആണ്. ലാൻഡ്സ്കേപ്പ്. 9:16 എന്ന് പറഞ്ഞ പോർട്രേറ്റ്. ഒരു ചെറിയ തംബ്നെയിൽ തന്നിട്ടുണ്ട്. നമ്മള് മഹാബലിയുടെ ഒക്കെ വീഡിയോ ചെയ്തത് പോർട്രേറ്റ് ആയിട്ടാണ്. X1 X2 സംസാരിച്ചിരുന്നു. എന്നാലും ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് 2 വീഡിയോ വേണമെങ്കിൽ X2 കൊടുക്കാം, 3 വീഡിയോ ആണെങ്കിൽ X3 കൊടുക്കാം, 4 വീഡിയോ X4 കൊടുക്കാം. നമുക്ക് X1 മതി. മുകളിൽ ക്രെഡിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് 12 ക്രെഡിറ്റ് ചിലവാകും. ഇമേജുകൾ തയ്യാറാക്കാൻ ക്രെഡിറ്റ് വേണ്ട. ഇമേജ് ഫ്ലോയിൽ ഫ്രീ ആയിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇമേജുകൾ തയ്യാറാക്കാൻ സാധിക്കും. ഓക്കെ. എന്നാൽ വീഡിയോ തയ്യാറാക്കാനായിട്ട് ക്രെഡിറ്റ് ആവശ്യമുണ്ട്. ആ ഒരു മൈക്ക് ഓൺ ചെയ്തൊന്ന് ഓഫ് ചെയ്യാം. ഡൗട്ട് സെക്ഷൻ തരും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമേ. അറിയാതെ ഓണാക്കിയതായിരിക്കും. ഞാൻ ഓഫ് ചെയ്യാം. അപ്പൊ ഈ കുട്ടി സംസാരിക്കാം. സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ സെറ്റിങ്സ് ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ആക്കണം, ഏത് റേഷ്യോ വേണം എന്നുള്ള കൊടുക്കണം, X1 എന്നുള്ള കൊടുക്കണം. 8 സെക്കൻഡ് എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 10 ഉണ്ട്. 10 ആവുമ്പോൾ 15 ക്രെഡിറ്റ് നമുക്ക് ചിലവാകും. ഓക്കെ. 12, 15 ഏതാണോ നമുക്ക് വേണ്ടത് അത് കൊടുക്കുക. ഇപ്പോൾ അത് സെൻഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കിയ വീഡിയോ ഏതുപോലെയാണ് ടീച്ചേഴ്സ്? നമ്മളെ യൂട്യൂബ് ക്രിയേറ്റിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ 2 ടൂളുകളാണ്. വീഡിയോ യു ഹാവ് നോട്ട് ബീൻ ചാർജ്ഡ് ഫോർ ദിസ് ജനറേഷൻ, ദിസ് പ്രോംപ്റ്റ് ഈസ് വയലേറ്റിംഗ്. കണ്ടോ, ഈ പെൺകുട്ടിയുടെ ചിത്രം വെച്ചത് കൊണ്ടാണ് വയലേറ്റിംഗ് എന്ന് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിനകത്ത് ഞാൻ പറയാണ്, എനിക്ക് ആ ഫോട്ടോ ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ChatGPT കൊടുത്തിട്ട് ചെയ്യാം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഐഡിയ എന്താ പറഞ്ഞാൽ, ഈ ഫോട്ടോ ഞാൻ ChatGPT കൊടുത്തിട്ട് ഈ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ ആണ് വേണ്ടത്, തടസ്സം കൂടാതെ ചെയ്യാനുള്ള പ്രോംപ്റ്റ് തയ്യാറാക്കി തരണമെന്ന് പറയും. ഐഡിയ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അറ്റാച്ച് ചെയ്ത ചിത്രത്തിലെ പെൺകുട്ടി സംസാരിക്കുന്ന ഓഡിയോ ആണ് വേണ്ടത്. AI വയലേഷൻ ലഭിക്കാത്ത രീതിയിൽ പ്രോംപ്റ്റ് തയ്യാറാക്കി തരിക. ഓഡിയോ പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമാവും. തയ്യാറാക്കി നൽകുക. ചിത്രത്തിലെ പെൺകുട്ടി സംസാരിക്കുന്ന ഓഡിയോ ആണ് വേണ്ടത്. ഓഡിയോ ആണ് എനിക്ക് വേണ്ടത്. AI വയലേഷൻ ലഭിക്കാത്ത രീതിയിൽ ഓഡിയോ പ്രോംപ്റ്റ് തയ്യാറാക്കി നൽകുക. എനിവേ ഒരെണ്ണം തയ്യാറാക്കി തന്നു, നമുക്കത് നോക്കാം. കോപ്പി എടുത്തു, ഇവിടെ വന്നു, അറ്റാച്ച് ചെയ്തു,
ലൈബ്രറിയിൽ കുട്ടിയുടെ ചിത്രം അറ്റാച്ച് ചെയ്തു, പേസ്റ്റ് കൊടുത്തു, സെൻഡ് പ്രോംപ്റ്റ് കൊടുത്തു. കഴിഞ്ഞ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾക്കൊന്നും ഇങ്ങനെ വയലേഷൻ വന്നില്ല. ഇത് ഇങ്ങനെ റൂൾസ് മാറിക്കൊണ്ടിരിക്കും. കാർട്ടൂൺ ക്യാരക്ടറാണ് എന്നിട്ട് പോലും വയലേഷൻ വരും. റിയലിസ്റ്റിക്കില് അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. ഇത് ഫസ്റ്റ് ടൈമിലാണ് ഈ കോഴ്സിന്റെ ഈ 13-13 ബാച്ചായി. ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടറിന് വയലേഷൻ അടിച്ചത്. യെസ്, ഐ ഗോട്ട് ഇറ്റ്. വാവ്, സൂപ്പർ. നോക്ക്, ആദ്യത്തെ വീഡിയോ നമുക്ക് സക്സസ് ആയിട്ട് വന്നു. ഇവിടെ ഫെയിലിയർ ആയിരുന്നു അല്ലേ? അപ്പൊ ഞാൻ എന്താ കൊടുത്തേ? ഞാൻ നേരെ ചാറ്റ് ജി പി ടി പോയി. ചാറ്റ് ജി പി ടിയിൽ ഞാൻ കൊടുത്തത് എനിക്ക് അറ്റാച്ച് ചെയ്ത ചിത്രത്തിലെ പെൺകുട്ടി സംസാരിക്കുന്ന ഓഡിയോ അങ്ങനെ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് തയ്യാറാക്കി തന്നു അല്ലേ? അപ്പൊ ആദ്യത്തെയാണ് കിട്ടിയത്. ഇനി രണ്ടാമത്തതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോണം? ഇവിടെ പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തത് ഇതേപോലെ തയ്യാറാക്കി തരും. ഇത് മനസ്സിലാക്കി മനസ്സിലാക്കി പോകുന്നവർക്ക് എളുപ്പമായിരിക്കേ. കണ്ടോ, എനിക്കിപ്പോ ക്ലിപ്പ് 2 തയ്യാറാക്കി തന്നു. ഒരേ ഫോട്ടോ തന്നെ നമ്മൾ മഹാബലിയുടെ ചെയ്ത പോലെ ഇതും ചെയ്ത് അങ്ങ് വിടുകയാണ്. ആ പെൺകുട്ടിയെ അറ്റാച്ച് ചെയ്തു. രണ്ടാമത് ചാറ്റ് ജി പി ടി തയ്യാറാക്കി തന്ന പ്രോംപ്റ്റ് കൊടുത്തു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. യെസ്, ഒരെണ്ണം കൂടെ ഉള്ളൂ. മൊത്തം 3 ക്ലിപ്പേ ഉള്ളൂ. ഈ നിങ്ങളെ ഈ ബാച്ചില്ലേ, ഇതോടുകൂടി ഞങ്ങളെ ഈ AI പഠിപ്പിക്കുന്ന സംഭവം, AI വീഡിയോ സെപ്പറേറ്റ് ചെയ്യാണ്. 2 കോഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് പോലെ ആയിരിക്കും അടുത്ത ബാച്ച്. അനിമേഷൻ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല. ഈ പോസ്റ്റർ തയ്യാറാക്കുക, ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ബേസിക് കോഴ്സിൽ ചെയ്തിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് AI അനിമേഷൻ ആൻഡ് റീൽ മേക്കിംഗ് എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ കോഴ്സ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ, കാരണം ഈ കോഴ്സ് നന്നായിട്ട് ചെയ്ത് തെളിഞ്ഞവർക്ക് മാത്രമേ രണ്ടാമത്തെ കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രയോജനം കിട്ടത്തുള്ളൂ. അപ്പൊ ഇപ്പോ തന്നെ നമ്മൾ ഈ ചെയ്യുന്നത് എന്തുമാത്രം എഫേർട്ട് എടുത്താണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയോ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഒഴിവാക്കി മറ്റേ കോഴ്സിലേക്ക് മാറ്റും. എനിവേ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങളുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത അനിമേഷൻ ഇല്ല എന്നല്ല, അടുത്ത ബാച്ചുകാർക്ക് ചെറിയ രീതിയിലുള്ള ഈ വായന കാർഡുകളൊക്കെ അനിമേറ്റ് ചെയ്യുന്ന ചെറിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ അനിമേഷൻസ് അതിനകത്ത് വരും. ഇത്രയും ടൈം എടുത്ത, ഇത്ര എഫേർട്ട് എടുക്കുന്ന അനിമേഷൻസ് വരത്തില്ല.
നമുക്ക് എത്ര വീഡിയോ കിട്ടി? 2 വീഡിയോ കിട്ടിയുള്ളൂ. നമുക്ക് മൂന്നാമത്തത് അറ്റാച്ച് ചെയ്തിടാം. പ്ലസ് ലൈബ്രറി. ഈ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് ഉണ്ട്. ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലറിയിലുള്ള ഇമേജിനെ ഇവിടെ കൊണ്ടുവരാൻ ആദ്യത്തെ ഒരു തവണ മാത്രമേ ഇമേജസ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ അത് ലൈബ്രറിയിൽ വന്ന് കിടക്കും. നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇമേജുകളൊക്കെ ഇമേജസിൽ ക്ലിക്ക് ചെയ്ത്, പിന്നെ ലൈബ്രറി ഉള്ള ഇതെല്ലാം ലൈബ്രറി എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്നതൊക്കെ ലൈബ്രറിയാണ് അല്ലേ? അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ഇമേജ് കൊണ്ടുവരണമെങ്കിൽ ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് ലൈബ്രറി എന്ന് കൊടുത്താൽ മതി. അപ്പോ ഡെൽനയുടെ കിട്ടും. ഫെയിൽഡ് അല്ല, അല്ല ഫെയിൽ അല്ല. നമുക്ക് മൂന്നാമത്തെ പ്രോംപ്റ്റ് വേണം കൊണ്ടുവരാനേ. ഈ മൂന്നാമത്തെ പ്രോംപ്റ്റ്, യെസ്, മൂന്നാമത്തെ കൊണ്ടുവരികയാണേ. പേസ്റ്റ് ചെയ്ത് വെക്കാം, അപ്പോഴത്തേക്കും അവിടെ ശരിയാകുമായിരിക്കും. സെൻഡ് പ്രോംപ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല, കാരണം ഒരേ സമയം 2 പ്രോസസ്സ് നടക്കും. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി ടീച്ചേഴ്സ്? നോക്കൂ, ഈ ഇമേജ് ഇത് നമ്മൾ ലോ ക്വാളിറ്റി ആയിരുന്നത് എയുടെ സഹായത്താൽ ഹൈ ക്വാളിറ്റി ആക്കി തയ്യാറാക്കി എടുത്തതാണ് ഈ ചിത്രങ്ങളെല്ലാം. ഇനി നമ്മൾ ഇതിനെയൊക്കെ ഈ വീഡിയോ കോമ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മഹാബലിയുടെ നമ്മൾ പല പല ക്ലിപ്പുകൾ തയ്യാറാക്കിയിട്ട് കൊണ്ടുപോയി ചെയ്തില്ലേ? അതുപോലെ VN എന്ന് പറയുന്ന ടൂളിലായിരിക്കും നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് ചെയ്യുക. ഇവിടെ ഒരു ഫെയില് വന്നേ. ഏറ്റവും അവസാനം കൊടുത്തത് ഫെയിലായി. ട്രാഷ്. ഫെയിലായൊക്കെ ട്രാഷിലെ കൂടെയാണ്. ട്രാഷ്. യെസ്, കിട്ടി. രണ്ടാമത്തത് കിട്ടി. അതും നല്ല ഭംഗിയായിട്ടുണ്ട്. പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക, മൂന്നാമത്തെ തന്നെ പേസ്റ്റ് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതില് വയലേഷൻ വല്ലതും ഉണ്ടോ? സൂൺ ദ ഫയർമെൻ കെയിം ആൻഡ് ഹെൽപ്പ് മൈ മദർ. വയലേഷൻ ഒന്നുമില്ല, ChatGPT തയ്യാറാക്കി തന്നതാണ്. ഈ അറ്റാക്ക് ചെയ്യുക, കുത്തുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വന്നാലാണ് ഇമേജ് വീഡിയോ ആണ് വേണ്ടത്. വീഡിയോ ആക്കിയിട്ട് പേസ്റ്റ് കൊടുത്ത് പ്ലസ് ബട്ടൺ. അതൊന്ന് ശ്രദ്ധിച്ചോണം, ഇമേജിൽ കിടന്ന അറിയാലോ, ഇമേജ് തയ്യാറാവും. നമ്മുടെ എല്ലാ ഇതിൽ വരുമ്പോഴേ ഇമേജും വീഡിയോയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നോ? ഇമേജ് ആണെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും. ഇതൊരു ഇമേജ് ആണ്, ഉണ്ടോ? അതിന്റെ ടോപ്പിൽ ബ്ലാങ്ക് ആയിരിക്കും. വീഡിയോ ആണെങ്കിൽ മുകളിൽ ഒരു പ്ലേ ബട്ടൺ കാണിക്കും. ഇത് ഇപ്പൊ നമുക്ക് വേണ്ട, ഇത് അബദ്ധം പറ്റിപ്പോയ ട്രാഷ്. നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് VN കൊണ്ടുപോയി നമുക്ക് എഡിറ്റ് ചെയ്യാം. VN ഓർ നിങ്ങളുടെ സൗകര്യമുള്ള ഇഷ്ടമുള്ള ഏത് ടൂൾ വേണമെങ്കിൽ കൊണ്ടുവരാമേ. എനിക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്? ഈ ചിത്രം കൊണ്ടുപോകും, ഈ ചിത്രം, ഇതിലുള്ള ഈ എല്ലാ ഹൈ ക്വാളിറ്റി ചിത്രവും ഞാൻ കൊണ്ടുപോകും. ഈ 3 വീഡിയോയും കൊണ്ടുപോകും. ഇത് ആദ്യത്തെ വീഡിയോ, ഇത് രണ്ടാമത്തെ വീഡിയോ, ഈ 69% കാണിക്കുന്ന ആ വീഡിയോയും കൊണ്ടുപോകും. എന്നിട്ട് എൻ്റെ പ്ലാൻ ഇതാണ്. ഈ കുട്ടി സംസാരിക്കും ഒരു സൈഡില്, അതിൻ്റെ ഇതിൽ നമ്മൾ ഉണ്ടോ ഈ 3 ക്ലിക്ക് ചെയ്തു. പിന്നെ 1, 2, 3, 4, 5, 6, 7,
ഇത് വേണമെന്നില്ല, ഇതങ്ങ് ഒഴിവാക്കാം. ഇത് 2 വരുന്നുണ്ട്, കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത്രയും മതി. 7 ചിത്രവും 3 വീഡിയോ. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഇത് ഗാലറിയിലോട്ട് സേവ് ആകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പൊ ഡൗൺലോഡ് കൊടുത്തു, പക്ഷെ ഡൗൺലോഡ് ഒന്നും കാണിച്ചില്ല. മീഡിയ ഡൗൺലോഡഡ് സക്സസ്ഫുള്ളി. വ്യൂ. ഇപ്പൊ VN ഓപ്പൺ ആയിട്ട് കാണിക്കുന്നു. ഞാൻ അങ്ങനെ കൊടുക്കണില്ല. നമുക്ക് VN ഓപ്പൺ ആക്കി ആഡ് ചെയ്യാം. ഞാൻ സാധാരണ വർക്ക് ചെയ്യുന്നതായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുണ്ടല്ലോ. നമുക്ക് നോക്കാം ഗാലറിയിൽ വന്നോന്ന്. ഗാലറിയിൽ നോക്കാം വന്നിട്ടുണ്ടോ. വന്നിട്ടുണ്ട് ടീച്ചേഴ്സ്. ഞാൻ കൊടുത്ത 4 വീഡിയോ ആണ് കിടക്കുന്നത്. അങ്ങനെ 4 വീഡിയോ ആയോ എന്തോ, അത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നമ്മൾ VN എന്ന് പറയുന്ന ടൂളാണ് പഠിച്ചത്. മഹാബലിയുടെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ്. VN വീഡിയോ എഡിറ്റിംഗ് ടൂളാണ്. നമുക്ക് ഈ തയ്യാറാക്കിയ ചെറിയ ചെറിയ ക്ലിപ്പുകളെ ഈ VN-ലോട്ട് നമ്മൾ ആഡ് ചെയ്ത് അതിനകത്ത് ആവശ്യമുള്ള ശബ്ദമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കും. VN വീഡിയോ എഡിറ്റിംഗ് ടൂൾ. അപ്പോൾ അതിൽ എടുക്കുമ്പോൾ പ്ലസ് ബട്ടൺ നമുക്ക് താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട്. ബ്ലൂ റൗണ്ടിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ന്യൂ വീഡിയോ ഉണ്ട്. ന്യൂ വീഡിയോ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ബേസ്ഡ് എന്നാണ് കിടക്കുന്നത്. സേവ് കൊടുക്കുക. നമുക്ക് വീഡിയോ ആണ് വേണ്ടത്. നമുക്ക് എല്ലാ വീഡിയോസും കാണിക്കുന്നുണ്ട്. 8 സെക്കൻഡ്, 10 സെക്കൻഡ്. അതിൽ ആദ്യത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ താഴെ കാണിക്കും. നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് കേൾക്കും. ആദ്യത്തെ വീഡിയോ ആയിരിക്കും മിക്കവാറും നമ്മുടെ ആദ്യത്തെ ആഡ് ചെയ്യാനുള്ളത്. കേട്ടു നോക്കാം. ഓഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഷെയർ ചെയ്യും. 8 years old. ഓഡിയോ കേൾക്കുന്നുണ്ടെന്ന് My പറയണേ. name is Dilna. I am 8 years old. My name is Dilna. I am 8 years old. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. 2, കേൾക്കുന്നുണ്ടല്ലോ. 1 ആണോ? My name ഓക്കെ. is Dilna. I am 8 years old. അയ്യോ, ഓഡിയോ കേൾക്കുന്നു പക്ഷെ ആളില്ല. My name is Dilna. I am 8 years old. ഓക്കെ, നമുക്ക് 2 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം അങ്ങ് കളയാം. രണ്ടും ഒരേ റിസൾട്ടാണ്. ഒരെണ്ണം കളയാം. നെക്സ്റ്റ് കൊടുത്തു. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ VN-നകത്ത് ഓപ്പൺ ആയി വന്നു. ഇതിനാണ് ക്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത 8 സെക്കൻഡ് ദൈർഘ്യമുള്ള ക്ലിപ്പുകൾ. ഇങ്ങനെ 3 ക്ലിപ്പുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്താൽ നല്ലതാണ്. നമുക്ക് ആവശ്യമില്ലാത്തതിനെ അപ്പം തന്നെ ഒഴിവാക്കി പോകും. അപ്പൊ ഇതിനൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റും കൂടെ വേണം. സാധാരണഗതിയിൽ ആളുകൾ തോന്നുന്ന പോലെയൊക്കെയാണ് വീഡിയോ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ ആദ്യം വീഡിയോ ക്ലിപ്പ് ഇടുക. തുടർന്ന് വീഡിയോ ക്ലിപ്പ് എല്ലാം ഓക്കെ ആണെങ്കിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക. വീഡിയോയുടെ എല്ലാ വർക്കും പൂർത്തിയാക്കുക. ഓക്കെ, ഇപ്പൊ ഇതൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ. My name is Dilna. I am 8 years old. വെരി ഗുഡ്, വെരി ഗുഡ്. അവസാനം കുറച്ച് സമയം നമുക്ക് കൂടുതൽ കിട്ടി. അത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഒരു തിരക്ക് കൂടും. അപ്പൊ ഒന്നാമത്തെ വീഡിയോ ആയി. ഇനി ഇതെന്താണെന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് തന്നെ പ്ലേ I ചെയ്ത് was നോക്കാം. scared, but I stayed calm. I called 101 and told the lady what had happened. അപ്പൊ ഇതല്ല, ഇതായിരിക്കും. Soon, the fireman came and helped my mother.
അപ്പൊ ഈ വീഡിയോ ആയിരിക്കും. 8 years old. Soon, the fireman ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, ഞാൻ കഥ കേൾക്കാതെയാണ് അങ്ങ് ചെയ്തു പോയത്. രണ്ടാമത്തെ ക്ലിപ്പ് ഏതാ? രണ്ടാമത്തേൽ പറയുന്ന ഐ വാസ് സ്കേഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ. അപ്പൊ ഇത് മൂന്നാമത്തെ. ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് Soon, the fireman came and helped my mother. I learned that being brave means doing ഐ വാസ് സ്കേഡ് എന്നുള്ളത് വേണം. I was scared. യെസ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത് എന്താണ് തുടങ്ങുന്നേ? മൂന്നാമത്തെ തുടങ്ങുന്നത് സൂൺ. ഇതെന്താ പരസ്യോ? മൂന്നാമത്തെ സൂൺ. ഈ നമ്മൾ ആഡ് ചെയ്തൊക്കെ ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞ് മുകളിൽ വൈറ്റ് ഇതിൽ കാണിക്കും കേട്ടോ. Soon, ഓക്കെ, ഇപ്പൊ കറക്റ്റ് വീഡിയോ ഓക്കെ ആയി. വീഡിയോ 3 ക്ലിപ്പും ആഡ് ആയിട്ടുണ്ട്. my name is Dilna. I am 8 years old. I was scared, but I stayed calm. I called 101 and told the lady what had happened. Soon, the fireman came and helped my mother. I learned that being brave means doing the right thing. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിൽ ആ കുട്ടി പറയുന്ന അത്രയും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ചിത്രവും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് രണ്ടാമതായിട്ട് ചിത്രം ആഡ് ചെയ്യാം. ചിത്രം ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏതാ ഓപ്ഷൻ ഉള്ളത്? ഈ ക്ലിപ്പിന്റെ മുകളിലായിട്ട്, തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിലെ ഓൾ വീഡിയോ ഫോട്ടോസ്, ഓൾ കൊടുക്കുമ്പോൾ എല്ലാം കാണിക്കും. വീഡിയോ ക്ലിക്ക് ചെയ്താൽ വീഡിയോ മാത്രം കാണിക്കും. ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മാത്രം കാണിക്കും. നമുക്ക് ഫോട്ടോ മാത്രം മതിയല്ലോ. നമുക്ക് ഓരോ ഫോട്ടോ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഈ ചിത്രം കണ്ടല്ലോ, ഇതിനെ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? ക്രോപ്പ് ടൂള് താഴെ കാണും. നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ എനിക്ക് വേണ്ട എന്താ? ഈ ചിത്രത്തിനെ ക്രോപ്പ് ചെയ്യാം. അപ്പൊ ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവനെ സെലക്ട് ചെയ്യണം. ഇപ്പൊ അനൂപിനെ വിളിക്കണമെങ്കിൽ അനൂപിനെ ചൂണ്ടി നമ്മൾ അനൂപേ ഇങ്ങ് വാ എന്ന് പറയുന്ന പോലെ ഈ ചിത്രത്തിന് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ ചിത്രത്തിനെ സെലക്ട് ചെയ്തിരിക്കണം. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വീഡിയോയെ സെലക്ട് ചെയ്താൽ മാത്രമേ അതിന്റെ ഓപ്ഷൻസ് താഴെ കാണിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ട എന്താ? ഈ ഇമേജിനെ ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്യാനുള്ള ടൂള് താഴെ നമുക്ക് സെർച്ച് ചെയ്യാം. നോക്കൂ, ക്രോപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ കാണും. അത് എങ്ങനെയാ കണ്ടേ? വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിന്റെ ക്രോപ്പ് കാണിക്കില്ല. കാണിക്കണമെങ്കിൽ ഫോട്ടോയെ തന്നെ സെലക്ട് ചെയ്യണം. ക്രോപ്പ് ബട്ടൺ കൊടുക്കണം. ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വയ്ക്കാം. അതാണ് ക്രോപ്പ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഫ്രീ ഉണ്ട് അതിൻ്റെ അത്. ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. നമുക്ക് ഫ്രീ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. മറ്റേ ഒറിജിനൽ ഓപ്ഷനൊക്കെ ഓരോന്നിനും ഓരോ സൈസിനനുസരിച്ചാണ് വരേണ്ടത്. 960 കൊള്ളാന്ന് തോന്നുന്നു. എനിവേ ഒന്ന് ചെറുതാക്കി വെച്ചാലേ നമുക്ക് ആ മാക്സിമം വലുതായിട്ട് കിട്ടും. ടിക്ക് കണ്ടോ? ഇപ്പോ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ടായി. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കിയിട്ട് ഇതിനെ കൊണ്ട് ഇവിടെ വയ്ക്കും. ഒരു ചെറിയൊരു പെട്ടിയായിട്ട് അവിടെ ഇരുന്നോ. അപ്പൊ കഥ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഇതാവും. വേണമെങ്കിൽ അതിനെ കൊണ്ട് ഇവിടെ വെച്ചിട്ട് വലുതാക്കാം, നമ്മുടെ സൗകര്യം. അപ്പോൾ ഒരു സൈഡിൽ കഥ പറയും,
മറ്റേ സൈഡിൽ ചിത്രവും കൂടെ കിട്ടുമ്പോൾ കുട്ടിക്ക് ക്ലിയർ ആവും. My name is Dilna. I am 8 years old. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാം. ശരിക്കും ആ പയ്യന്റെ കാര്യം, ആ, ഐസക് എന്ന് പറയുന്ന കുട്ടിയും കൂടെ നമ്മൾ കഥയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചിത്രത്തിന് ഒരു പ്രാധാന്യം ഉണ്ടാവുമായിരുന്നു. എനിവേ നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ് ഓരോ ചിത്രങ്ങളായിട്ട്. അപ്പൊ ഇവള് I am 8 സംസാരിക്കുന്നതിനനുസരിച്ച് years old. I was scared, but I stayed calm. I called 101. നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ചിത്രങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണേ. ഒരു പേടിച്ചു എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രം ഇട്ട് കൊടുക്കണം. ഇതിനെ ക്രോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ചിത്രവും ക്രോപ്പ് ചെയ്തിട്ടാൽ ഫ്രീ നന്നായിരിക്കും. ക്രോപ്പ് ചെയ്തിട്ട് ചെറുതാക്കി, ഇങ്ങനെ ചെറുതാക്കി താഴെ വയ്ക്കാം നമ്മുടെ സൈസ്. I was scared, but I stayed calm. I called 101. ആ, ഇനി ഫോൺ വിളിക്കുന്ന വീൽ. അതിനു വേണ്ടി നമുക്ക് ഇവിടെ ഈ വീഡിയോയുടെ മുകളിൽ കാണുന്നില്ലേ നമ്മുടെ ചിത്രത്തിന് എന്ന് പറഞ്ഞ ആ ലെയർ, ആ പർട്ടിക്കുലർ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ഫോൺ വിളിക്കുന്ന ആ ചിത്രം, അതിനെയും ക്രോപ്പ് ചെയ്യുക. ഇത്തവണ ക്രോപ്പ് ചെയ്യാൻ അധികം ഇല്ല, ഫ്രീ. ആ കുട്ടിയെയും കാണിച്ച് നമ്മളപ്പോ ട്രാഫിക് പോലീസിന്റെ കുറച്ച് ഭാഗം കാണിച്ചുള്ളൂ. ക്രോപ്പ് ചെയ്യണ്ടെന്ന് തോന്നുന്നു, ചെറുതായി കൊടുക്കാം, ക്രോപ്പ് ചെയ്യണ്ട. ഇങ്ങനെ വെച്ചു കൊടുക്കാം. I called 101 and told the lady what had happened. ആ, ഹാപ്പൻഡ്. അപ്പൊ ഇതുവരെ കൊടുക്കേണ്ടി വരും. And told the lady what had happened. Soon, the fireman came and ആ, ഇനി ഫയർമാന്റെ ചിത്രം. ഫയർമാൻ ഇത് കംപ്ലീറ്റ് ഓടും അവസാനം വരെ. നമുക്ക് ഈ ക്ലിപ്പിന്റെ അവസാനം ഒരു ഇത് കാണുന്നില്ലേ, ഇതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ പോകും. അപ്പോൾ ഓരോന്നിനും വീഡിയോയ്ക്ക് ഒരു ലെയർ ആണ് വെച്ചേക്കുന്നത്. വീഡിയോ ക്ലിപ്പിന്റെ ലെയർ ആണ് ഇത്, ചിത്രത്തിന്റെ ലെയർ ആണ് ഇത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ടെക്സ്റ്റിന്റെ ലെയർ ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കാൻ, അത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും മുകളിൽ മ്യൂസിക് ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ ടെക്സ്റ്റും മ്യൂസിക്കും ഒക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റ് ലെയറിന്റെ അവിടെ ടെക്സ്റ്റ് കൊടുക്കാം. ഒരു ചെറിയ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യൂണിറ്റ് ഇംഗ്ലീഷ് എടുക്കട്ടെ. യൂണിറ്റ് 1. യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. ഈ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ വെറുതെ ഇരുന്നാണ്. പ്രത്യേകിച്ച് 7ാമത്തെ ക്ലാസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയില്ല. 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. അത്രയ്ക്ക് സിമ്പിളാണ്. ഈ ഒരൊറ്റ ക്ലാസ് മാത്രമേ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടാം. എയുടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, ഫോണിന്റെ കുറെ ടെക്നിക്കുകൾ പഠിക്കാം, അല്ലേ? ഇതിൽ കുറെ ടെക്സ്റ്റുകൾ വെച്ചിട്ടുണ്ടേ. നമുക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. യൂണിറ്റ് 1
നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ഫോണ്ട് നോക്കട്ടെ. യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. കളറും ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഫോണ്ട് കൊള്ളൂല. ഇപ്പൊ വായിക്കും. ബിയോണ്ട് ഫിയർ. ഏറ്റവും മുകളിൽ മ്യൂസിക്. ഇതിനെ നമുക്ക് ഞെക്കി അങ്ങ് അറ്റം വരെ കൊണ്ടുവയ്ക്കണം. കണ്ടോ അങ്ങനെ ഞാൻ ഞെക്കിയേ? എല്ലാ ലെയറും വലിച്ചു നീട്ടാൻ എളുപ്പമാണ് കേട്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ. ഇനി ഏറ്റവും മുകളിൽ മ്യൂസിക്കും കൂടെ ആഡ് ചെയ്യാനുണ്ട്. മഹാബലിയുടെ ഇതൊക്കെ നമ്മൾ VN പോലുള്ള ടൂളിലാണ് പറഞ്ഞത്, അവിടെ വന്ന് ആഡ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ക്രിയേറ്റുകാർ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഏതെങ്കിലും ടൂളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് കൊടുത്ത് യൂസ് കൊടുത്ത് ഇവിടെ താഴെ ഒരു ടിക്ക് ഉണ്ട്, അത് കൊടുക്കാം. അപ്പൊ ഈ മ്യൂസിക് ഇങ്ങനെ വരും. മ്യൂസിക് വോളിയം എന്ത് ചെയ്തിടണം? ഏറ്റവും കുറച്ചിടണം. Soon, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. my name is Dilna. I am 8 years old. I was scared, but I stayed calm. I called 101 and told the lady what had happened. Soon, the fireman came and helped my mother. I learned that being brave means doing the right thing. എവിടെയോ എനിക്ക് കുറച്ച് വരികൾ തയ്യാറാക്കി തന്നപ്പോൾ വിട്ടുപോയി. 3 ക്ലിപ്പ് ശരിക്കും ഏതൊക്കെയോ വരികൾ അതിനകത്ത് മിസ്സിങ് ആണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ചെറിയ മിസ്സിങ് വന്നിട്ടുണ്ട്. ഇവിടെ മുതലാണ് പ്രശ്നം. പക്ഷെ ഈ സ്റ്റോറി തന്നതിൽ ഐ ഫൗണ്ട് മൈ മദർ ലേയിങ് എന്ന് പറയുന്ന ആ വരികളൊന്നും ഇല്ല, അതെവിടെയോ മിസ്സായിപ്പോയി. എനിവേ പ്രോസസ് ഇതാണ്. കഥ My name is പൂർണ്ണമല്ലെങ്കിലും Dilna. I am നമ്മുടെ 8 വർക്ക് years old. പൂർണ്ണമാണ്. I was scared, but I stayed calm. I called 101 and told the lady what had happened. Soon, the fireman came and ഇവിടെ ഇച്ചിരി വർക്കുണ്ട്. ഇതിനൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് വേണം. ഫ്രീ എടുത്തിട്ടിട്ട് ക്രോപ്പ് ചെയ്ത് എന്നിട്ട് അതിനൊന്ന് ചെറുതാക്കി കൊടുക്കാം. My name is Dilna. I am 8 years old. I was scared, but I stayed calm. I called 101 and told the lady what had happened. Soon, the fireman came and helped my mother. I learned that being brave means doing the right thing. ഞാൻ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചുരുക്കി വളരെ ചെറുതായിട്ടാണ് പറഞ്ഞു തന്നെ. ഇതിന് മുന്നത്തെ പല ബാച്ചുകളിലും വലിയ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് പറഞ്ഞു ചുരുക്കി 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 ഏറ്റവും ചുരുക്കിയാണ് തന്നേക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയാണ് ഈ ഫയൽ ഇത്രയും നമ്മൾ കഴിഞ്ഞു, പ്രോസസ്സ് കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കഴിയും. നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ ഏറ്റവും മുകളിൽ ബ്ലൂ അപ്പാരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ ഗാലറിയിൽ നമുക്ക് ആ റിസൾട്ട് കണ്ട് നമുക്കൊന്ന് ഫൈനലി എങ്ങനെയുണ്ട് എന്ന് ഈ ഏറ്റവും അവസാനം ഇതാണ് അതിന്റെ റിസൾട്ട്. My name is Dilna. I am 8 years old. I was scared, but I stayed calm. I called 101 and told the lady what had happened. Soon, the fireman came and helped my mother. I learned that being brave means doing the right thing.
My name is Dilna. I am ഓക്കെ ടീച്ചേഴ്സ്, എത്ര പേരുണ്ട്? 15 പേരുണ്ട്. വെരി ഗുഡ്. മെസ്സേജുകൾ നോക്കിക്കോട്ടെ. സൗണ്ട് കേൾക്കാം. വെരി ഗുഡ്. അപ്പോ നമുക്കേ ഒന്ന് ഡൗട്ട് സെക്ഷനിലേക്ക് കടക്കാം. അതോ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ? എങ്കിൽ നിങ്ങൾക്ക് ആ സെക്ഷനിൽ സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇത് ചെയ്താൽ മതി. അത് കൂടുതൽ നന്നായിരിക്കും തോന്നും. ഞാൻ ആദ്യം മുതലേ ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്ത് പറയുന്നു നിങ്ങളുടെ അഭിപ്രായം? റിവൈൻഡ് ചെയ്യട്ടെ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം ക്ലാസ് റൂമിലാണ് പോയത്. ക്ലാസ് റൂമിൽ പോയിട്ട് നമ്മുടെ പ്രോംപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം ഒരു നരേഷൻ ചെയ്യാനായിട്ടാണ് ഉള്ളത് നമുക്ക്. എന്തൊക്കെയാണ് നമ്മൾ അതിന് നരേഷൻ തയ്യാറാക്കാനായിട്ട് കൊടുത്തിരുന്നത്? ഈ പ്രോംപ്റ്റും അതിനോടൊപ്പം നമ്മുടെ PDF. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ChatGPTക്ക് കൊടുത്തിട്ട് സാറേ, ഇന്ന് എനിക്ക് PDF ആഡ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് എന്തായിരുന്നു പ്രശ്നം? മറന്നുപോയി. അന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ ഇന്ന് പറ്റുന്നില്ലായിരുന്നു. ടീച്ചറിന് PDF ChatGPTയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അതെ. ഓ, അപ്പൊ അതിന് ഈ പ്ലസ് ബട്ടൺ നിങ്ങൾ കൊടുത്തോ? കൊടുത്തായിരുന്നു സാറേ. എന്നിട്ട് ഫയൽസിനകത്തുനിന്നല്ലേ എടുക്കണ്ടേ? ഫയൽ എടുത്തോ? ഫയൽ കൊടുത്തോ? കൊടുത്തു. അപ്ലോഡ് ന്യൂ ഫയൽ കൊടുത്തോ? അപ്ലോഡ് ന്യൂ ഫയൽ അത് കാണിച്ചില്ലായിരുന്നു. കാണിച്ച് ടീച്ചർ ശ്രദ്ധിക്കാത്ത മുകളിലെ നിങ്ങൾ ആ കണ്ണാടിയും കൂടെ ഒന്ന് വെച്ചിട്ട് ഏറ്റവും മുകളിൽ അപ്ലോഡ് ന്യൂ ഫയൽ ഉണ്ട്, നോക്കണം. ഫയൽസ് എടുത്തിട്ട് അതാണ് പ്രശ്നം. കണ്ണാടി വെക്കാത്തതായിരുന്നു പ്രശ്നം. കണ്ണാടി ഒന്നുമില്ല. അപ്ലോഡ് ന്യൂ ഫയൽ, അത് തന്നെയാ സംഭവം. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ആവും. അങ്ങനെ അപ്ലോഡ് ആയി ഈ കിട്ടിയതാണ് ഈ കാണുന്നത്. അപ്പൊ ആദ്യത്തെ റിസൾട്ടാണ് ഇത്. ആക്ച്വലി നമ്മൾ ഇതൊന്നും ചെയ്യത്തില്ല, വെറുതെ ഒന്ന് തയ്യാറാക്കി ഈ ChatGPTക്ക് കിട്ടാനായിട്ട് തയ്യാറാക്കി കൊടുക്കുന്നതാണ്. രണ്ടാമത്തെയാണ് നമുക്ക് ആവശ്യം, ഈ നരേഷൻ തയ്യാറാക്കി കിട്ടുന്നത്, ആ കുട്ടി സംസാരിക്കുന്നത്. അപ്പൊ ഈ കുട്ടി തയ്യാറാക്കിയതിലും നമുക്ക് ഇത്തിരി കുട്ടിക്ക് സംസാരിക്കാനുള്ളത് ഇത്തിരി ലെങ്ത് കൂടി. നമ്മൾ 1 മണിക്കൂറല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 3 മിനിറ്റ് എനിക്ക് ദൈർഘ്യമുള്ളത് തയ്യാറാക്കി തരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ തയ്യാറാക്കി തന്നു. അതാണ് ഇത്രയും. പക്ഷെ ഇത് ഇത്രയും എനിക്ക് കിട്ടിയിരുന്നെങ്കിലും ഫുൾ സ്റ്റോറി ആകുമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എവിടെയോ ChatGPT എന്നെ പറ്റിച്ചു. ഇവിടെയാണ് ചതി പറ്റിയത്. കണ്ടോ, ഈ സ്റ്റെപ്പിൽ അവർ എന്നെ പറ്റിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. AI പൂർണ്ണമായി കണ്ണടച്ച് വിശ്വസിക്കരുത്. ഫുള്ള് വായിച്ച് വേണം പോവാൻ. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, കുട്ടികൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഇത് തന്നെ പോണം. അപ്പൊ അങ്ങനെ തയ്യാറാക്കി കിട്ടി. എന്നിട്ട് ഞാൻ അതിനോട് എന്ത് പ്രോംപ്റ്റാ കൊടുത്തേ? എനിക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് താഴെ തന്നിരിക്കുന്ന ഡയലോഗ് 8 സെക്കൻഡ് ഉള്ള ഓഡിയോ ആയി മാറ്റി തരണം. എല്ലാ ക്ലിപ്പിനും കോപ്പി ബട്ടൺ വേണം. അപ്പൊ ഇതേ അർത്ഥം വരുന്ന പ്രോംപ്റ്റ് വേണം നിങ്ങൾ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പുകളായിട്ട് വിഭജിച്ച് തരും. ഇതിനെയും കൊണ്ട് നമ്മൾ എവിടെ പോവും? പിന്നീട് എനിക്ക് ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നു, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോട്ടെ. എനിക്ക് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അവർ ചെയ്ത് തന്നില്ല, എറർ കാണിച്ചു. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. എനിക്ക് അറ്റാച്ച് ചെയ്ത ചിത്രത്തിലെ പെൺകുട്ടി സംസാരിക്കുന്ന ഓഡിയോ ആണ് വേണ്ടത്. AI വയലേഷൻ ലഭിക്കാത്ത രീതിയിൽ, അതാണ് പോയിന്റ്, AI വയലേഷൻ ലഭിക്കാത്ത രീതിയിൽ ഓഡിയോ പ്രോംപ്റ്റ് തയ്യാറാക്കി നൽകുക. ഓക്കെ, അങ്ങനെ കൊടുത്തപ്പോഴാണ് ഇതാണ് ഇതിന്റെ താരം. എനിക്ക് വീഡിയോ കിട്ടാനുള്ള താരം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു സെഗ്മെന്റ് ആണ്. ഇല്ലെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചാലും കിട്ടില്ലായിരുന്നു. ChatGPT എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നു. അതിനെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് എവിടെ വെച്ച് എനിക്ക് കിട്ടിയത്? ഗൂഗിൾ ഫ്ലോ
ഗൂഗിൾ ഫ്ലോയിൽ എനിക്ക് വീഡിയോ രൂപത്തിൽ കിട്ടി. ഗൂഗിൾ ഫ്ലോയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ചിത്രം ആദ്യം അറ്റാച്ച് ചെയ്തു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. വേണമെങ്കിൽ ക്യാപ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ. എങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് പോവാം. ഇനി ഇമേജസ് ആണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്, കാരണം ഈ ഡിജിറ്റൽ കോപ്പി ആണല്ലോ ഫോട്ടോ എടുക്കുന്നത്, അപ്പൊ ക്ലാരിറ്റി കാണും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഡിജിറ്റൽ കോപ്പി തന്നെ നോക്കുന്നത്. ആ ഡിജിറ്റൽ ആയിട്ട് ചെയ്യുന്ന ഇമേജിനെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റി ആക്കാനായിട്ടുള്ള പ്രോംപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എവിടെയുണ്ട്? ക്ലാസ് റൂമിൽ. ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്ലാസ് റൂമിൽ ഞാൻ ഹൈ ക്വാളിറ്റി ഒരു ഇമേജിനെ നല്ല ക്വാളിറ്റി ഉള്ള ചിത്രമാക്കി തരൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് ഉണ്ട്, എൻഹാൻസ് ഇമേജസ് വിത്ത് AI. ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ തയ്യാറാക്കിയതാണ് ഇത്. ഇനി ഇങ്ങനെ ക്വാളിറ്റിയുള്ള ചിത്രമാക്കി തുടർന്ന് നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ചിത്രവും ആയതിനു ശേഷം ഈ കുട്ടിയുടെ ഒരു ഫ്രണ്ട് പോസ് എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു 3/4 സ്റ്റൈലിലൊക്കെ കിട്ടിയ ഇതാണ്. അവളുടെ കുറച്ചെങ്കിലും ഒരു 3/4 ഭാഗമൊക്കെ കിട്ടുന്ന ഇമേജ് ഇതാണ്. ഈ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ പ്ലസ് ബട്ടൺ കൊടുത്തു, ഇമേജസ് എടുത്തു. സോറി ലൈബ്രറി എന്ന് വേണം കൊടുക്കാൻ. ലൈബ്രറിയിലാണ് ഈ കുട്ടിയുടെ ഫോട്ടോ ഉള്ളത്. ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്ത് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ട് പോസ് വേണമെന്നുള്ളത് ഇതിനകത്ത് കിടപ്പുണ്ട്. ഫ്രണ്ട് പോസ് ആ പ്രോംപ്റ്റ് എടുത്ത് അതിനകത്ത് പറയണത് കണ്ടില്ല, ആസ് എ യങ് ഗേൾ ഇൻ ലുക്കിംഗ് ഡയറക്ട്ലി അറ്റ് ദി വ്യൂവർ, ആളുകളെ നോക്കുന്നതായിട്ടുള്ള ഒരു ഇത് വേണം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? അങ്ങനെ ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പോസ് കിട്ടിയത്. തുടർന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ പോസ് എന്തിനാണ് നമ്മൾ പറഞ്ഞേ? നമുക്ക് സംസാരിപ്പിക്കാനുള്ള ChatGPT കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് 3-4 സീനായിട്ട് അത് മാറ്റിയും തന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ കളയട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് തയ്യാറാക്കി തന്നു. തയ്യാറാക്കി തന്നതിനെ നമ്മൾ അനിമേറ്റ് ചെയ്യിക്കണം. ഏറ്റവും അവസാനമായിട്ട് സംസാരിപ്പിക്കണം അല്ലെ. സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രത്തിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അതിന്റെ പ്രോംപ്റ്റും എടുത്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനൊന്ന് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. പ്ലസ് എടുത്തു, ലൈബ്രറി എടുത്തു, ആ കുട്ടിയുടെ പ്ലെയിൻ ചിത്രം ഇവിടെ കൊടുത്തു. എന്നിട്ട് ChatGPT തയ്യാറാക്കി തന്ന പീസായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ, അതിൽ ആദ്യത്തെ ഇതായിരിക്കും ആദ്യത്തെ. ഇതിനെ കോപ്പി എടുത്ത് അതിൻ്റെ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ മൈ നെയിം ഈസ് ഡിൽന എന്ന് പറയുന്നുണ്ട് കേട്ടോ, ഡയലോഗ് കണ്ടോ. ഇവനെ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കണം. ഇനി വീഡിയോ ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വീഡിയോയും ഉണ്ട്, ഇമേജും ഉണ്ട്. ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ജനറേറ്റ് ആവും, വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ജനറേറ്റ് ആകും. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ലിമിറ്റ് ഉണ്ട്. ഇപ്പം 402 ഇതിന്റെ ലിമിറ്റ്. ഓരോന്നും നമുക്ക് ചെയ്യുമ്പോൾ മാറി പോവും. നിങ്ങൾക്ക് തീരുമ്പോൾ നമുക്ക് എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, നമുക്ക് സൈൻ ഔട്ട് ചെയ്ത് വെളിയിൽ പോയി വീണ്ടും സൈൻ ഇൻ ചെയ്യുക. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മറ്റ് ഇമെയിൽ ID കൾ, ഇപ്പൊ ഗ്രോ യൂട്യൂബ് എന്ന് പറഞ്ഞ ഇമെയിൽ ID ആണ് കിടക്കുന്നത്. മറ്റ് ഇമെയിൽ IDകളിലൊക്കെ നമുക്ക് ജമ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഒരു ദിവസം 3 മുതൽ 5 ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏകദേശം 50 ക്രെഡിറ്റ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോ എടുത്ത ഈ ഇമെയിലിന് 50 ക്രെഡിറ്റ് ഒക്കെ ഉണ്ട്. ഒരു ചിത്രം ചെയ്യാൻ വേണ്ടി നമുക്ക് 12 ക്രെഡിറ്റ് ആണ് ആവുക അല്ലെ. അപ്പൊ 12, 24, 36, 48 4 ചിത്രങ്ങൾ വരെ ചെയ്യും. ഒരു ഇമെയിലിൽ 4 ചിത്രം ചെയ്യാം. ഇപ്പോൾ കൂടുതൽ ഇമെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് 8 എണ്ണം ചെയ്യാം. 3 എണ്ണം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്ത് പോവാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്താ ചെയ്തേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ ID മാറ്റി സൈൻ ഔട്ട്,
ആ അയ്യോ, ഞാൻ ഗ്രോ അല്ല എനിക്ക് വേണ്ടേ. സൈൻ ഔട്ട്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം കേട്ടോ, നമ്മുടെ ഡൗട്ട് സെക്ഷൻ ആണ്. ഞാൻ ഈ പറയുന്ന ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ അപ്പോൾ ഡൗട്ട് ചോദിക്കാം. ഓരോ ഇമെയിലിന്റെയും കീഴിലാണ് ഓരോ പ്രോജക്റ്റുകൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇനി ഇത്രയായി നമ്മൾ 3 വീഡിയോ സംസാരിച്ച്, 3 അല്ലെങ്കിൽ 4 വീഡിയോ നമുക്ക് ഉണ്ടെങ്കിൽ 4ഉം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഇങ്ങനെ കുറച്ചേരം ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ടിക്ക് മാർക്ക് എല്ലാത്തിലും കാണിക്കും. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങ് ടിക്ക് ചെയ്ത് കൊടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഈ ടിക്ക് മാർക്ക് കാണിക്കും. മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ്, താഴെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് കൊടുത്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അല്ല, ഗാലറിയിലോട്ട് വീണ്ടും ഉപയോഗിക്കുന്നല്ല, സോറി, ഗാലറിയിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് വരുത്തുന്നതിനെ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോയുടെ ആവശ്യം കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞു, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഫ്ലോയുടെ ആവശ്യം കഴിഞ്ഞു. ഇനി VN ഓപ്പൺ ആക്കുക. VN ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ഇങ്ങനെ ആയിരിക്കും വരിക. VN ഇങ്ങനെ ആയിരിക്കും വരിക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ന്യൂ വീഡിയോ കൊടുത്തു, വീഡിയോ ബേസ്ഡ് സേവ് കൊടുത്തു, ആവശ്യമുള്ള വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇതിനകത്ത് വീഡിയോ ക്ലിപ്പുകളാണ് ആദ്യം നമ്മൾ ആഡ് ചെയ്ത് ഇടേണ്ടതെന്ന് പറഞ്ഞു. ആവശ്യമുള്ള വീഡിയോസ് ആഡ് ചെയ്തിടുക. ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനെ ഞെക്കി, ഇതിന്റെ ഒരറ്റം ഞെക്കി ഇങ്ങോട്ടാക്കി കട്ട് ചെയ്ത് കളയുക. വീഡിയോ എല്ലാം പക്കയാക്കി വെച്ചു, എല്ലാം പക്കയാണ് എങ്കിൽ അടുത്ത സ്റ്റെപ്പ്, തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. അതാണ് ടെക്സ്റ്റ് അല്ല ഈ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ളത്. അതിന്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, ഫോട്ടോ ആഡ് ചെയ്യുക. അതിനെ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നു, അതിനെ സെലക്ട് ചെയ്തിരിക്കണം എന്ന് ഒരു നിർബന്ധം ഉള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് ക്രോപ്പ് ടൂൾ ഉണ്ട്, ക്രോപ്പ് ടൂൾ എടുത്ത് ഫ്രീ ഓപ്ഷൻ എടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഡൺ കൊടുത്ത് ചെറുതാക്കി നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കും. ഒരു സൈഡിൽ കഥയും പറയും, മറ്റേ സൈഡിൽ ചിത്രവും, കഥയുമായി ബന്ധപ്പെട്ട ചിത്രവും വർക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ചിത്രവും ആഡ് ചെയ്ത് വെക്കാം. തുടർന്ന് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റിലെ ആവശ്യമുള്ള വലിയ സൈസ് ഹെഡിങ്, വലിയ സൈസാണ്. അതിന്റെ സബ് ഹെഡിങ് കുറച്ചും കൂടെ ചെറുത്, ബോഡി കുറച്ചും കൂടെ ചെറുത്. ഞാൻ സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിനകത്ത് യൂണിറ്റ് 1 താഴെ ബിയോണ്ട് ഫിയർ കൊടുത്തു, വലുതാക്കി നമുക്ക് വെക്കേണ്ട ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ആഹാ, അണ്ടു. സ്പീച്ച് ബബിൾ പോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ സാറേ? കേടില്ല. സ്പീച്ച് ബബിൾ പോലെയുള്ള ഇതൊക്കെ കൊടുക്കാൻ പറ്റുമോ? സ്പീച്ച് ബബിൾ അതിനകത്തുണ്ട്, നമുക്ക് നോക്കാം ഇതിൽ സ്പീച്ച് ബബിൾ വന്നിട്ടുണ്ടോ എന്ന്. അതിന്റെ ഞാനിങ്ങനെ സാധാരണ ഇതിൽ അധികം പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാറില്ല. മറ്റ് ഈ ക്യാപ് കട്ട് പോലുള്ള സാധനത്തിനകത്തുണ്ട്. ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റൈലിൽ കാണുമായിരിക്കും. ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്, എവിടെയെങ്കിലും കാണാം സ്പീച്ച് അതാണ് ബബിൾ. ഓക്കെ, ടീച്ചർ പറഞ്ഞ സ്പീച്ച് ബബിൾ ഇതാടപ്പോൾ. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉള്ളൂ, 2 എണ്ണമൊക്കെ വെച്ചിട്ടുള്ളൂ. അത് ഈ ഡീഫോൾട്ടിനകത്താണ് കിടപ്പുള്ളത്. ഒരുപാട് രസമുള്ള സാധനങ്ങൾ ബബിൾ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. 2 അല്ല, സോറി, ഒത്തിരി സാധനങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ രസമുള്ള സാധനങ്ങളുണ്ട്. അതെടുത്തതെന്ന് ഒരിക്കൽ കൂടെ ഒന്ന് പറയാം. ഈ എന്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ സെലക്ട് ചെയ്യുക, സ്റ്റൈല് ക്ലിക്ക് ചെയ്തിട്ട്
ബബിൾസ്. ഡീഫോൾട്ട്, കവർ, ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ബബിൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്താണ് ഇതിനകത്തുള്ള നല്ല രസമുള്ളതൊക്കെ ഉണ്ട്. നിങ്ങൾ സമയം പോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പൊ അതായിരുന്നു ടെക്സ്റ്റ്. ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇടപെട്ടെന്ന് ചോദിക്കാം കേട്ടോ, ഡൗട്ട് ചോദിക്കുന്നത് നല്ലതാണ്. ഇനി അവസാനമായിട്ട് മ്യൂസിക് ആണ് ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് മ്യൂസിക് ഏതെങ്കിലും ഒരു മ്യൂസിക് അതിനകത്തുള്ളതിനെ സെലക്ട് ചെയ്താൽ നന്നായിരിക്കും. ഇനി നമ്മുടെ ഫോണിലുള്ളതാണെങ്കിൽ യുവേഴ്സ് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതില് ഇപ്പൊ ഞാൻ ഏറ്റവും അവസാനം ഒരു ഓണം ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് 2 ഓണംസ് കാണിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവ. അതാണ്. ആ പാട്ടിനെ കുറച്ച് നമുക്ക് ഇങ്ങനെ യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാട്ട് അതിനകത്ത് വരും. ഇനി നമുക്ക് ഇതൊന്നും വേണ്ട, ഇതിന്റെ മ്യൂസിക് എന്ന് പറയുന്നതിനകത്തുള്ള പോപ്പിനകത്ത് കുറെ പാട്ടുകൾ കിടപ്പുണ്ട്, അത് മതിയെങ്കിൽ യൂസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സൺറൈസ്, സൺഷൈൻ, ഇത് മുന്നേ ഞാൻ ഡൗൺലോഡ് ചെയ്തത്. സൺഷൈൻ എടുത്ത് ടിക്ക് കൊടുത്തു. വോളിയം കുറച്ചിടണം. മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വോളിയം കുറച്ചിടുക. My name is മ്യൂസിക്കും കൂടെ കൊടുക്കുമ്പോഴേ ഭംഗിയുള്ളൂ കേട്ടോ. My name is Dilna. One rainy day. ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് കൊടുത്തപ്പോൾ അതെങ്ങനെ വന്നു. അല്ലെങ്കിൽ നമുക്ക് താഴെ സബ് ഹെഡിങ് മോഡലിൽ സംസാരിക്കുന്ന വാക്കുകളൊക്കെ തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതേ മെത്തേഡ് തന്നെയാണ്. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ കൊണ്ടാതെ പർട്ടിക്കുലർ വെച്ച് കഴിഞ്ഞാൽ സബ് ടൈറ്റിലായിട്ട് അത് കിടന്നോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ടും ഉണ്ട്. ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡായി കിട്ടും. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ കംപ്രസ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കംപ്രസ് ചെയ്യുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആപ്പ് ഉണ്ട് കേട്ടോ. അതൊന്ന് കംപ്രസ് ചെയ്തും കൂടെ വെച്ചാൽ ഭംഗിയായിരിക്കും. അല്ലെങ്കിലും വാട്സപ്പിലൊക്കെ അയക്കുമ്പം കംപ്രസ് ആകും. എന്നാലും ഇതിലിപ്പോ എത്ര സൈസ് കാണിക്കണമെന്നോ, 12 MB. 12 MB വലിയ കൂടുതലല്ല. 12 MB വലിയ കുഴപ്പമില്ല. 100 MB, 150, 500 MB, ചിലതൊക്കെ 1 GB ഒക്കെ വരും. ഒക്കെ നമുക്ക് കംപ്രസ് ടൂൾ യൂസ് ചെയ്ത് എടുത്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കംപ്രസർ നമ്മുടെ ഫോണിൽ ഇട്ടേക്കുന്നത് നല്ലതാണ്. എൻ്റെ ഈ കംപ്രസർ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നതാണ് ഞാൻ എടുത്തിട്ട് അയക്കുന്ന കംപ്രസർ. അത് നല്ലതാണ്. അതുപോലെ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ. എന്താ സാറേ ഈ കംപ്രസർ ഉദ്ദേശിക്കുന്നത്? വീഡിയോ കംപ്രസർ ടീച്ചറെ, വീഡിയോയെ കംപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ലാർജ് സൈസ് ആയിരിക്കുന്ന വീഡിയോ കംപ്രസ് ചെയ്യുക. ഇൻഷോട്ടിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കൂടെ ഒരു ഫോണിൽ നമ്പറിൽ നിന്ന് 3 ഇമെയിൽ മാത്രമേ ഉള്ളൂ. 3 ഇമെയിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ എന്നാണോ ഉദ്ദേശിച്ചത്? അതോ 3 വീഡിയോ ആണോ ഉദ്ദേശിച്ചത്? ഒരു ഫോൺ നമ്പറിൽ നിന്ന് 3 ഇമെയിൽ മാത്രമേ ഉള്ളൂ. 3 എണ്ണമൊക്കെ ധാരാളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 എണ്ണം 3 ഇമെയിലൊക്കെ ആഡ് ചെയ്യുന്ന അതിന്റെ ആവശ്യമേ ഉള്ളൂ. 3 ഇമെയിലിന്റെ ഐഡിയുടെ ആവശ്യമേ ഉള്ളൂ ടീച്ചറെ. നമ്മളൊരു 3 എണ്ണം ഉണ്ടെങ്കിൽ 9 വീഡിയോസ് തയ്യാറാക്കാം ഒരു ദിവസം. ഞാൻ എന്റെ ഫോണിൽ 8, 9 എണ്ണം ആഡ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തന്നു അല്ലേ? ചെയ്യാം.
ഞാനൊരു ഇടയ്ക്കൊരു ഫോണ് മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റുമ്പോഴും എല്ലാത്തിലും ഇതേപോലെ ചെയ്യുന്നുണ്ട്. അഞ്ചാറ് അത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞു തന്ന മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇമെയിൽ ID എടുത്തിട്ട് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഫോൺ അത് പറഞ്ഞല്ലോ സാർ. VN കൂടാതെ ഏതെല്ലാം വീഡിയോ എഡിറ്റർ ഉപയോഗിക്കാം? ഏത് വീഡിയോ എഡിറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മുടെ സൗകര്യമാണേ. ഞാൻ ഇതിന് മുന്നത്തെ ബാച്ചിന് പരിചയപ്പെടുത്തിയത് ക്വായ്ക്കട്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്പാണ് പരിചയപ്പെടുന്നത്. അതിൽ പരസ്യമൊന്നും വരത്തില്ല, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അത് നല്ലൊരു ആപ്പാണ് ക്വായ്ക്കട്ട്. KWAI ക്വായ്ക്കട്ട്. VN ഈ ഒന്ന് രണ്ട് ബാച്ചേ ആയുള്ളൂ VN തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു രണ്ടിലും ബെറ്റർ ഈ ക്വായ്ക്കട്ടെന്നാണ്. കാരണം മറ്റേതിൽ അഡ്വർടൈസ്മെന്റ് ഒരുപാട് ശല്യമാണ്. ഇതിലങ്ങനെ അഡ്വർടൈസ്മെന്റ് വരുന്നില്ല. ഇത് പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ KWAI ആണ് ക്വായ്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാപ് കട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ആപ്പിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ക്യാപ് കട്ട് എന്തുകൊണ്ട് പരിചയപ്പെടുത്തണില്ല എന്ന് ചോദിച്ചാൽ, ക്യാപ് കട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതിനകത്ത് VPN പോലുള്ള സാധനങ്ങൾ, നമ്മൾ ഈ ഹാക്കേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ VPN, അത് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോ നേരെ വാ നേരെ പോ, അതാണ് ക്യാപ് കട്ട് പരിചയപ്പെടുത്താത്തത്. എല്ലാം വളരെ എല്ലാവരും ഉപയോഗിക്കുന്ന നിയമാനുസൃതമായിട്ടുള്ള ആപ്പുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം. പിന്നെ എന്തോ ആണ് സംശയം വന്നേ? ഓട്ടെ, അതായിരുന്നു VN കൂടാതെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ക്വായ്ക്കട്ട്. KW ക്വായ്ക്കട്ട് നല്ലതാണ്. എല്ലാത്തിലും പ്രൊസീജിയർ സെയിമാണ്. ആദ്യം ഒരു വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. അത് ആഡ് ചെയ്ത് വരുമ്പോൾ മറ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്യാം. വേറെന്തെങ്കിലും സംശയം ഉണ്ടോ? 9:30. സാറേ ഇപ്പം പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണോ? ടീച്ചർ VN ആപ്പിനകത്ത് ടീച്ചർ ഹാപ്പി ആണെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ടീച്ചർ ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. VN നമ്മൾ ചെയ്തു അല്ലെ, ഒരു അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ മുകളിലായിട്ട് വരുന്നേ ഉള്ളൂ, വേറെ ശല്യമൊന്നുമില്ല. പിന്നെ VN എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉള്ളത് എന്തെന്ന് വെച്ചാ, നമുക്ക് ഇങ്ങനെ 4 എണ്ണം ഒരുമിച്ച് നമുക്ക് കാണാം. ഈ വീഡിയോ ക്ലിപ്പ്, ടെക്സ്റ്റ് എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ ഒരു കുടക്കീഴിൽ കിട്ടും. മറ്റതിൽ ഇതിന്റെ അടിയിലൊക്കെ ഒളിഞ്ഞൊക്കെ ഇരിക്കും, കണ്ടുപിടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു തുടക്കക്കാർക്ക് എനിക്ക് തോന്നുന്നു VN നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർ മറ്റ് ഒരു സാധാരണ ഉപയോഗിക്കുന്ന ആപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്കൂളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. ഇൻഷോട്ടിൽ പറ്റില്ല. ഇൻഷോട്ട് ചെയ്യാം, എന്ത് കുഴപ്പം. ഇൻഷോട്ടിൽ അവരുടെ ലോഗോ നമുക്ക് അവസാനം കാണിക്കും, അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. അല്ലെങ്കിൽ മറ്റേ പേയ്മെന്റ് ചെയ്താൽ മാറുമല്ലോ. ഇൻഷോട്ട് ഞാൻ ഉപയോഗിക്കാത്ത അതുകൊണ്ടാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വരുമ്പം അവരുടെ ഒരു ലോഗോയും കൂടെ അതിനകത്ത് വരും. അത് മാറ്റാം. അതെ ഞാൻ കണ്ടിട്ടുണ്ട്, ആരൊക്കെയോ യൂട്യൂബിൽ എങ്ങനെ മാറ്റാൻ എന്തോ സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഇൻഷോട്ട് അധികം വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് നേരിട്ട് വഴിയുള്ളപ്പോഴേ, ഒരുപാട് 10 ഓപ്ഷൻ ഉള്ളപ്പോഴേ ചെയ്യും. ഓക്കേ, വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നമുക്ക് ശനിയാഴ്ചയാണ് അടുത്ത ക്ലാസ് ഉള്ളത്, ശനി ഞായർ. ശനിയാഴ്ച നമുക്ക് വരുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഒരു അനിമേഷനാണ്, ആമി മുയലിന്റെ. പെട്ടെന്ന് തീർക്കാവുന്ന, ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ല, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
പിന്നെ ഞായറാഴ്ച വരുമ്പോൾ നോട്ട്ബുക്ക്. അത് ഭയങ്കര എളുപ്പമുള്ള ടൂളാണ്, അത്യാവശ്യമുള്ള ടീച്ചേഴ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ടൂളാണ് നോട്ട്ബുക്ക്. ഞായറാഴ്ച. പിന്നെ അതിന്റെ അടുത്ത ആഴ്ച ആകുമ്പോൾ സ്കൂൾ തുറക്കാറാവുമായിരിക്കും. 6, 7, 8, 9. എങ്ങനെ നമുക്ക് നമുക്ക് പിരിഞ്ഞാലോ? സംശയം ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ റെക്കോർഡിങ് എത്രയും പെട്ടെന്ന് എത്തിക്കാം. നിങ്ങളത് കണ്ട് നോക്കി ചെയ്യുക. ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ പറ്റുക ട്രൈ ചെയ്താൽ നന്നായിരിക്കും. എല്ലാം ഡേ 4 and 5 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിരിയാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറ്റർഡേ കാണാം.